ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു യൂസ്ഡ് ബൈക്ക് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാൻ മുമ്പ് ഒരു കാര്യം ഞാൻ പറയുകയാണ്. നമ്മുടെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് എന്താണ് ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ RC ബുക്കാണ്. അപ്പോൾ RC ബുക്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഓണറിൻ്റെ നെയിം ഒന്ന് നോക്കാം. അതുപോലെ തന്നെ അതിൽ നമ്മൾ എന്താണ് നമ്മുടെ എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും നോക്കാം. ഇപ്പോൾ നമ്മുടെ ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചേസിസ് നമ്പർ വരുന്ന ഒന്നില്ലെങ്കിൽ ഹാൻഡിലിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡിൽ ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവാം. എഞ്ചിൻ നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിൻ്റെ ഒന്നില്ലെങ്കിൽ ആ ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓണർ, അതായത് നമ്മൾക്ക് വിൽക്കുന്ന ആൾ ഇതിൻ്റെ സിംഗിൾ ഓണർ ആണോ, അതുപോലെ രണ്ടാമത്തെ ആളാണോ മൂന്നാമത്തെ ആളാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അത് അവരുടെ അടുത്ത് ചോദിക്കുക. ഇനി അവർ ചോദിച്ചിട്ട് അവർ പറയണില്ല അവർ ഒന്നാമത്തെ ഞാണെന്ന് പറയണേ, പക്ഷേ അതിൽ പേരും കാര്യങ്ങളൊക്കെ മാറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ വാഹനത്തിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രാമത്തെ ഓണറാണ് ആ വെഹിക്കിളിൻ്റെ ഓണർ എത്രാമത്തെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ് നമ്മുടെ ഓവറോൾ ലുക്ക്, വണ്ടി എങ്ങനെ കാണാനുണ്ട്. ഏകദേശം 1.5 വർഷമായിട്ടുണ്ട് നമ്മൾ ഈ വണ്ടി എടുത്തിട്ട്. അപ്പോൾ വണ്ടിയുടെ പെയിൻറ്റ് നോക്കുക, പെയിൻറ്റ് മങ്ങിയിട്ടുണ്ടോ അങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ നിറച്ച് സ്ക്രാച്ചസ് ഉണ്ടോ, ആ വണ്ടി എങ്ങനെയൊക്കെ നമ്മൾ ഒരു വണ്ടി എങ്ങനെ സൂക്ഷിക്കണേ അല്ലെങ്കിൽ എങ്ങനെ അത്രത്തോളം അതിന് കെയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വാഹനത്തിന് മീറ്റർ കൺസോളാണ്. മീറ്റർ കൺസോളിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു RPMത്തിൻ്റെ മീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ സ്പീഡോ മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഫ്യൂവൽ ഗേജ് വർക്ക് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മുടെ ഇതിനുള്ളിലുള്ള ഈ ഓഡോമീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ, പിന്നെ നമ്മുടെ ന്യൂട്രൽ ഇൻഡിക്കേറ്റർ, നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ ഇത്, പിന്നെ ഹൈ ബീമിൻ്റെ ഇത്, അതുപോലെ തന്നെ നമ്മുടെ ABS എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അഞ്ചാമത്തെ കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര കിലോമീറ്റർ വാഹനം ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം എടുത്തിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഈ 1.5 വർഷത്തിൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാകും ഒരു ഏകദേശം കാൽക്കുലേഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വിച്ചസ്, അതായത് ഈ ഹാൻഡിൽ ബാറുമേലുള്ള നമ്മുടെ സ്വിച്ചുകളൊക്കെ വർക്കിംഗ് അല്ലേ, അതായത് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ലേ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു സ്വിച്ച് കംപ്ലൈൻറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു കീ സെറ്റ് തന്നെ നമ്മൾ മൊത്തം മാറ്റേണ്ടി വരും, ഇതിൻ്റെ ആയാലും ഇതിൻ്റെ ആയാലും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള കീ സോക്കറ്റ് അത് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ലേ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിപ്പോൾ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ആ കീ സോക്കറ്റ് നമ്മൾ മാറ്റേണ്ടതായിട്ട് വരും. അടുത്തത് ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ബൾബുകൾ. നമ്മൾ ഈ വാഹനത്തിൽ എവിടേക്കും ബൾബുകൾ ഉണ്ടാവും, ഇൻഡിക്കേറ്റർ ബൾബ് ഉണ്ടാവും, ഹെഡ് ലൈറ്റ് ഉണ്ടാവും, ടെയിൽ ലൈറ്റ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേബിളുകളാണ്. അതായത് നമ്മുടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലിവർ, ഇതിപ്പോൾ ഡിസ്ക് ആയതുകൊണ്ട് ആ ഡിസ്ക് കേബിളിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് ഫ്ലൂയിഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ലെവൽ നോക്കണം, ഇതിൻ്റെ നമ്മുടെ ഫ്ലൂയിഡ് ലെവൽ, നമ്മുടെ ഈ ഒരു ഡിസ്കിൻ്റെ ഫ്ലൂയിഡ് ലെവൽ ചെക്ക് ചെയ്യാം. ക്ലച്ച് കേബിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ത്രോട്ടിലേക്ക് നല്ല സ്മൂത്ത് അല്ല, ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഒമ്പതാമത്തെ കാര്യമാണ് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കഴിഞ്ഞാൽ നമ്മുടെ വണ്ടികളൊക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കാം. ഒമ്പതാമത്തെ കാര്യങ്ങൾ നമ്മൾ അറിയണതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കാര്യം മനസ്സിലാക്കാം. നമ്മളിപ്പോൾ വണ്ടി വീണിട്ടുണ്ട്, നല്ലൊരു വീഴ്ച വീണിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹാൻഡിൽ ബാറിന് ചിലപ്പോൾ നമ്മുടെ ഈ ഹാൻഡിൽ ബാർ നോക്കി ചിലപ്പോൾ ബെൻഡ് ഉണ്ടാവാം, ചിലപ്പോൾ ഞളങ്ങിയിട്ടുണ്ടാവാം, അതൊക്കെ നമുക്ക് അറിയണ കാര്യങ്ങളാണ്. പിന്നെ വണ്ടി കൂടെ നല്ലൊരു ഇടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാനുള്ള കാര്യമാണ്. ഇങ്ങോട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫ്രെയിം വരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ ഈ ഒരു ഫുൾ ഏരിയ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടേക്ക് നല്ലൊരു ഡിഡിജുണ്ടെങ്കിൽ ഇതൊക്കെ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ വളഞ്ഞ് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടേക്കും നമ്മുടെ കമ്പനി പെയിൻറ്റിങ് അല്ല കമ്പനി പെയിൻറ്റിങ് മാത്രമല്ല കമ്പനി വെൽഡ് കറക്റ്റ് അല്ല നമുക്ക് അറിയാൻ പറ്റും. കമ്പനി വെൽഡിങ് ആണോ അതോ വേറെ വല്ല വെൽഡിങ് എക്സ്റ്റീരിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വണ്ടി ഒരു നല്ലൊരു ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോർഷൻ, അതുപോലെ ഈ പോർഷൻ, ഈ അടിയത്തെ ഭാഗങ്ങൾ ഇതൊക്കെ ഞളങ്ങിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ പൊട്ടിയിട്ടുണ്ടാവാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി വണ്ടി ഇപ്പോൾ വീണിട്ടുണ്ട്, ചെറിയൊരു തട്ടിയിട്ടുള്ളൂ, ഇതൊക്കെ പെയിൻറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഹാൻഡിൽ ബാർ ചെക്ക് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും വണ്ടി നല്ല വീഴ്ചയാണോ വീണേക്കണേ, അതോ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ വണ്ടി ഇടിച്ചിട്ടുണ്ടോന്ന്. അതായത് വേറെ ഒന്നുമില്ല, നമ്മൾ വണ്ടിയിൽ നമ്മൾ കയറിയിരുന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഹാൻഡിൽ ബാർ എങ്ങനെ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ, ജസ്റ്റ് ഒന്നിങ്ങനെ അങ്ങനെ ആക്കുക. അപ്പോൾ അത് കണ്ട ഇപ്പോൾ എവിടെയും മുട്ടിയിട്ടുണ്ടില്ല. ഓക്കെ, നോർമൽ ആ ഒരു മൂവിങ് ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ചു, ആ നോർമൽ മൂവിങ്. ചിലപ്പോൾ ചില വണ്ടികളുടേക്ക് നമ്മളിങ്ങനെ വെക്കുമ്പോഴേക്കും തന്നെ ഇങ്ങനെ വന്ന് വീണുകൊണ്ടിരിക്കും, തന്നെ വീഴും. അതായത് അതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ്, അതുപോലെ തന്നെ വണ്ടി തട്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫോർക്കിലോ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിലോ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വീണിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഹാൻഡിൽ ബാർമേന്ന് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിച്ച് നോക്കിയിട്ട് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വലിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇനി 10ാമത്തെ കാര്യമാണ് നമ്മൾ സസ്പെൻഷൻ, അതായത് ഫ്രണ്ടിലും റിയറിലും. ഫ്രണ്ടിലെ സസ്പെൻഷൻ നമ്മുടെ ടെലിസ്കോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കണ്ട ഇവിടെ എവിടെയും ഒരു ഓയിലേക്കോ ഒന്നുമില്ല. അപ്പോൾ ഇത് നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെ വന്നേക്കണേ. ഇല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ നിറച്ച് ഓയിലേക്ക് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. റിയർ സൈഡിൽ മോണോ സസ്പെൻഷനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ട്വിൻ സസ്പെൻഷനൊക്കെ ആണെങ്കിൽ ആ സൈഡുകളിൽ നമുക്ക് ചിലപ്പോൾ ഈ സ്പ്രിങ്ങുകൾ ഇങ്ങനെ ഭയങ്കര ജാമായിട്ടിരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അനങ്ങാത്ത രീതിയിലുണ്ടാവും, ചിലപ്പോൾ ഓയിലേക്ക് അവിടെ നിന്ന് വരണ്ടാവും. അപ്പോൾ അങ്ങനെ വരേണ്ടതെന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യും. 11ാമത്തെ കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ടയറുകൾ, ഫ്രണ്ടിലത്തെയും ബാക്ക് സൈഡിലും ടയറുകൾ നിങ്ങൾ ചെക്ക് ചെയ്യാം. ടയറുകൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇത് കറക്റ്റ്
കറക്റ്റ് സെൻറ്റർ പോയിന്റിലാണ് തേയ്മാനം. അത് നോർമലായിട്ട് തേയ്മാനം വരണമെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എല്ലാതും ഒരേപോലെയാണ് തേഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ചില വാഹനങ്ങളുടെ റൈറ്റ് സൈഡ് മാത്രം തേഞ്ഞ് പോകും, ചില വാഹനങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ മാത്രം തേഞ്ഞ് പോകും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ടയറിൻ്റെ അലൈൻമെൻറ്റ് ചിലപ്പോൾ ശരിയാവാത്തതായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈ പറഞ്ഞ പോലെ ബുഷസോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫോർക്കിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാലും ഇങ്ങനൊരു ടയർ തേയ്മാനം അൺഈവനായിട്ട് അല്ലെങ്കിൽ ഈക്വൽ അല്ലാണ്ട് വരുന്ന രീതിയിൽ റൈറ്റ് സൈഡ് മാത്രം തേഞ്ഞ് പോവുക, ലെഫ്റ്റ് സൈഡ് തേഞ്ഞ് പോവുക. നമ്മുടെ റിയർ സൈഡിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. 12ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അലോയ് വീല്. ചില വാഹനങ്ങൾക്ക് അലോയ് വീല് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സാധാ ബൈക്കുകൾ, നമ്മുടെ പഴയ വണ്ടികളുടെയൊക്കെ നമുക്ക് വരുന്നത് നമ്മുടെ റിമ്മ് ടൈപ്പാണ് വരണത്. അപ്പോൾ ഈ അലോയ് വീലിക്കൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊട്ട എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ മാറ്റേണ്ടതായിട്ട് വരും. റിമ്മും ആ ഒരു നമ്മുടെ കമ്പിക്കും ടൈപ്പ് ആണെങ്കിൽ നമുക്കത് അടിച്ച് റെഡിയാക്കി നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് നല്ല ഒരു പൊട്ടൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത് മാറ്റേണ്ടതായിട്ട് തന്നെ വരും. 13ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഡിസ്ക് ബ്രേക്ക് നോക്കാം. ഈ ഡിസ്ക് ബ്രേക്ക് ഇപ്പോൾ നമ്മുടെ പുതിയ സ്കൂട്ടേഴ്സിലുണ്ട്, അതുപോലെ ബൈക്കിലൊക്കെ ഉണ്ട്. ഡിസ്ക് ബ്രേക്കിൻ്റെ നമ്മുടെ ഈ ഭാഗത്തൊന്ന് തൊട്ട് നോക്കാം ഡിസ്കുകളുടെ. അപ്പോൾ ഡിസ്കുകളൊക്കെ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഹൈറ്റിൽ വ്യത്യാസം, അല്ലെങ്കിൽ നമുക്ക് തൊടുമ്പോൾ എന്തെങ്കിലും ഒരു തരിപ്പ് പോലെ മൊത്തം ഒരു ലൈൻ വീട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കിൻ്റെ ആ ഒരു പാഡ് കറക്റ്റായിട്ടല്ല തേഞ്ഞ് പോകണേ. അപ്പോൾ ഇവിടെ ആ ഒരു ഡിസ്കിന് കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 14ാമത്തെ കാര്യം നമ്മുടെ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കീ ഒന്ന് ഓണാക്കി, അപ്പോൾ ഇതേ കണ്ട ഇവിടെ ബാറ്ററിക്ക് നല്ല അടിപൊളി പവറായിട്ട് നിൽക്കുന്ന അടുത്തുള്ള ഒരു കുഴപ്പമില്ല. നമ്മൾ ഹോണൊന്ന് അടിച്ച് നോക്കി, ഹോൺ അടിച്ച് കഴിഞ്ഞപ്പോൾ വലിയ മാറ്റങ്ങളില്ല. ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കി, അത് വർക്ക് ചെയ്യുന്നുണ്ട്. സെൽഫ് ഒന്ന് അടിച്ച് നോക്കാം. സെൽഫ് അടിച്ചപ്പോൾ മാത്രം ജസ്റ്റ് ഒരു ബ്ലിങ്ക് ചെയ്ത് പോയി. സെൽഫ് അടിക്കുമ്പോൾ ജസ്റ്റ് ഒരു ബ്ലിങ്ക്, ഒരു ചെറിയൊരു ഇത് മങ്ങലുണ്ടാവും. അതിനുശേഷം അത് റിട്ടേൺ ചെയ്ത് വരുന്നുണ്ട്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഹോൺ അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ അടിക്കുന്ന സമയത്ത് ആ ഒരു ന്യൂട്രൽ ലൈറ്റ് എപ്പോഴും ബ്ലിങ്ക് ആയിട്ട് പോകാം, അങ്ങനെ മങ്ങി പോവുക. അല്ലെങ്കിൽ ഹോണൊക്കെ അടിക്കുന്ന സമയത്ത് സൗണ്ട് വേറെ വ്യത്യാസങ്ങൾ വരാം. അങ്ങനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാറ്ററി ചെറുതായിട്ട് കംപ്ലൈൻറ്റ് ഉണ്ട്, അതിൻ്റെ ഒരു ലൈഫ് വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 15ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കുഷിങ്, അതായത് നമുക്ക് സീറ്റ്. അപ്പോൾ സീറ്റ് നല്ല രീതിയിലുള്ള സീറ്റാണോ എന്ന് നോക്കുക. ഇപ്പോൾ നമ്മുടെ സീറ്റൊന്നും കുഴപ്പമില്ല, കാരണം നമ്മൾ വേറെ സീറ്റൊക്കെ ഇട്ടുണ്ട്. പിന്നെ ഈ സീറ്റ് കവർ പൊളിഞ്ഞിട്ടുണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അടുത്തതായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് പെട്രോൾ ടാങ്ക്. അതായത് ഇപ്പോൾ നമ്മുടെ യൂണിക്കോണിൻ്റെ ആണെങ്കിലും ഏതൊരു വണ്ടിയുടെയും പെട്രോൾ ടാങ്ക് പുറമേ നിന്ന് നമ്മൾ ആദ്യം നോക്കുക, വെള്ളഞ്ഞളക്കം കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതുകൂടാണ്ട് നമ്മൾ പെട്രോൾ ടാങ്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഓപ്പൺ ചെയ്ത് നമ്മുടെ ക്യാപ്പ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാം. അപ്പോൾ അതിൽ വല്ല തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ അവരുടെ അടുത്ത് പറയാം. അതനുസരിച്ചിട്ട് നല്ല രീതിയിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വണ്ടി എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. വലിയ രീതിയിൽ അതിന് ചെറുതായിട്ടൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ അവരടുത്ത് പറഞ്ഞതിന് ശേഷം നമുക്കിത് ടാങ്കൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ 17ാമത്തെ കാര്യമാണ് ഒരു ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ പാർട്സുകൾ. അതായത് എഞ്ചിൻ്റെ ഈ ഒരു ഏരിയ, നമ്മുടെ എഞ്ചിൻ്റെ ഹെഡ് ഇവിടെ നിന്ന് വല്ല ലീക്ക് ഉണ്ടോ, അതുപോലെ നമ്മുടെ സെൻറ്ററിൻ്റെ ഈ ഒരു പോർഷനിൽ ലീക്ക് ഉണ്ടോ, അതുപോലെ ഡ്രെയിൻ ബോൾട്ടിൻ്റെ അടിയിൽ നിന്ന് വല്ല ലീക്ക് ഉണ്ടോ. അതായത് ഇവിടെ മൊത്തം ഇങ്ങനെ ചെളി പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ നിറച്ച് ഇങ്ങനെ ഓയിലൊക്കെ പോയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ വണ്ടി എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി 18ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിൻ്റെ വർക്കിംഗ് ആണ്. അപ്പോൾ എഞ്ചിൻ്റെ വർക്കിംഗ് നമ്മൾ ആദ്യം സെൽഫ് സ്റ്റാർട്ടിങ് നോക്കുന്നു, അതുപോലെ തന്നെ കിക്കറുള്ള വണ്ടികൾക്കാണെങ്കിൽ കിക്കർ അടിച്ച് നോക്കുന്നു. പിന്നെ അതിൻ്റെ ആ ഒരു സൗണ്ട് നോർമലാണോ അബ്നോർമലാണോ എന്ന് നമ്മൾ ജസ്റ്റ് നോക്കുന്നു. കീ ഓൺ ആക്കിയിട്ട് എഞ്ചിൻ കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ട് സെൽഫ് അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ എഞ്ചിൻ ഓട്ടോ ചോക്കിങ്ങിൻ്റെ ഒരു ഇതുണ്ട്. ജസ്റ്റ് ഇപ്പോൾ ഇതേ നോർമലായിട്ടുള്ള ഒരു വർക്കിംഗ് ആണ്. സെൽഫ് സ്റ്റാർട്ടിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തു. ഞാൻ വീണ്ടും എഞ്ചിൻ കിൽ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ട്. കിക്കർ എടുത്തു. നമ്മൾ ജസ്റ്റ് ഒന്ന് അടിക്കണേ. കിക്കറിൽ അടിച്ചു. സിംഗിൾ കിക്കിൽ തന്നെ നമ്മുടെ വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമൽ സൗണ്ടും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, കാരണം 1.5 വർഷമായിട്ടുള്ളൂ നമ്മുടെ വണ്ടി എടുത്തിട്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ സൗണ്ടും കാര്യങ്ങളൊന്നും എനിക്ക് ഇങ്ങനെ കല അങ്ങനത്തെ സൗണ്ടൊന്നും ഞാൻ വന്നിട്ടില്ല. ഇനി 20ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ടോ, എയർ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ടോ. അപ്പോൾ ഓയിൽ ഫിൽറ്റർ മാറ്റം, ഓയിലിൻ്റെ ഓറിങ് മാറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അവർ മാറ്റിയിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ ഓക്കെ. പക്ഷേ നമ്മൾക്ക് വേറെ ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ മാറിയിട്ടില്ലെങ്കിൽ നമുക്കറിയാൻ പറ്റും. നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എക്സോസ്റ്റിൻ്റെ ആ ഒരു എൻഡിൽ നമ്മുടെ കൈയൊന്ന് ജസ്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് ആക്സിലേറ്റർ ത്രോട്ടിൽ നല്ല രീതിയിൽ കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2-3 തരത്തിലുള്ള പുകകൾ വരും. അതായത് നമ്മുടെ ആ ഒരു എക്സോസ്റ്റിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന പുകകൾ. കറുപ്പയാണെങ്കിൽ നമുക്ക് എയർ ഫിൽറ്റർ എന്തായാലും മാറ്റേണ്ടതായിട്ടുണ്ട്. അല്ല, നല്ല കട്ടക്കുള്ള വെളുത്ത പുകയാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിന് നല്ല പണി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പണി വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ വണ്ടികൾ എടുക്കരുത്. ഇപ്പോൾ നമ്മൾ വണ്ടി കൈ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പുകയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എഞ്ചിൻ പക്ക വർക്കിംഗ് ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ഡിപ്സ്റ്റിക്ക് നമ്മൾ ഊരി കഴിഞ്ഞിട്ട് നമ്മൾ എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യാം, അതിൽ ഓയിൽ ലെവൽ കറക്റ്റ് ആയിട്ടുണ്ടോ. അതുപോലെ തന്നെ അതുമ്പോൾ വല്ല ഇങ്ങനെ പാർട്ടിക്കിൾസ്, വല്ല ഇരുമ്പിൻ്റെയൊക്കെ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ കറത്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം വണ്ടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി
21ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബൈക്കുകളാണെങ്കിൽ നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് ഉണ്ട്. അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റും ഏകദേശം ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എത്ര കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12,000 കിലോമീറ്റർ ഒക്കെയും. ചിലപ്പോൾ ചില വണ്ടികൾക്ക് അതിനും കൂടുതൽ ലൈഫ് നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റിന് കിട്ടാം, ചിലപ്പോൾ അതിനും കുറവായിരിക്കാം. ഞാൻ എന്താ പറയുക, ഒരു ആവറേജ് പറഞ്ഞിട്ടുള്ളൂ, 10,000 കിലോമീറ്റർ കൂട്ടാം. അപ്പോൾ 10,000 കിലോമീറ്റർ ആയിട്ട് ഇപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റിക്ക് മാറിയിട്ടുണ്ടോ, അത് നമുക്ക് ചില വാഹനങ്ങളുടെ ഇപ്പോൾ ഇത് ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു ചെയിൻ കവർ വരണം. ചില വാഹനങ്ങൾക്ക് നമുക്കിത് സെമി കവേർഡ്, അപ്പോൾ നമുക്ക് സുഖമായിട്ട് കണ്ടാൽ മനസ്സിലാവും അത് മാറാറായോ, അതിൻ്റെ ടീത്തിൻ്റെ തേമാനൊക്കെ നമുക്ക് നോക്കി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ടീത്തൊക്കെ പൊട്ടി പൊളിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെയിൻ സ്പ്രോക്കറ്റ് മാറേണ്ടി വരും. 22ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഫ്രെയിമാണ് നമ്മൾ നോക്കേണ്ടത്. ഫ്രെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രെയിം എവിടെയെങ്കിലും തട്ടുമുട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഞളങ്ങ, അതിപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു പോയിന്റ് പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ ഫ്രെയിം നമ്പറൊക്കെ നോക്കണതിൻ്റെ ഏരിയയിലേക്ക് കൂടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഫ്രെയിം മുഴുവൻ ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ വെൽഡിങ്ങും കാര്യങ്ങളൊന്നുമല്ല, മുട്ട നല്ല രീതിയിൽ വീഴ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് കണ്ടാൽ മനസ്സിലാവും. ബൈക്കിൻ്റെ പ്രത്യേകിച്ചും ഈ ഒരു ഏരിയയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഞളക്കമോ അല്ലെങ്കിൽ പെയിൻറ്റ് പോകും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ സ്വിങ്ങാം, അതുപോലെ നമ്മുടെ എല്ലാ ബോഡിയുടെ ഈ ഒരു ഫ്രെയിം വർക്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒരു വണ്ടി നിങ്ങൾ സെലക്ട് ചെയ്ത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, അതായത് ക്രൂഷ്യൽ പോയിന്റാണ് 23ാമത്തെ പോയിന്റ്. ഈ 23ാമത്തെ പോയിന്റിൽ നമുക്ക് ഈ ഒരു വാഹനത്തിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതായത് 23ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റ് റൈഡാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഷോറൂമിൽ ചെന്നിട്ടായാലും ടെസ്റ്റ് റൈഡ് ചെയ്യും. നമ്മളൊരു വണ്ടി യൂസ്ഡ് വണ്ടിയാണ് നമ്മളിത് വാങ്ങാൻ പോകുന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് പറയാം എനിക്ക് ഇത്രയും കിലോമീറ്റർ ഒന്ന് ഓടിച്ച് നോക്കണം എന്ന് പറയാം. അങ്ങനെ ഓടിച്ച് നോക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഹൈവേ കൂടെ ഓടിക്കരുത്, നിങ്ങൾ കുണ്ടും കുഴി നിറഞ്ഞ വഴി കൂടെ ഓടുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും തൊടിയിച്ച് എന്തെങ്കിലും വാഹനത്തുമ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം വൈബ്രേഷൻ, ഈ വണ്ടിക്ക് നല്ല വൈബ്രേഷൻ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. രണ്ടാമത്തെ കാര്യം സസ്പെൻഷൻ്റെ സിസ്റ്റം, ആ സസ്പെൻഷൻ നല്ല രീതിയിൽ വർക്കിംഗ് ആണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. മൂന്നാമത്തെ ബ്രേക്കിംഗ്, ഇപ്പോൾ ഇതിന് ഡിസ്ക് ഉണ്ട്, ഡിസ്ക് ഇപ്പോൾ ഒരയണുണ്ടോ, കൂടുതലായിട്ട് ഇങ്ങനെ ഒരയണുണ്ടോ, അല്ലെങ്കിൽ ഡിസ്ക് നല്ല രീതിയിൽ വർക്കിംഗ് ആണോ, ABS ഉണ്ടെങ്കിൽ ABS വർക്കിംഗ് ആണോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഗിയർ ഷിഫ്റ്റിങ്, അതായത് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് ഗിയറുകളൊക്കെ വീഴുന്നുണ്ടോ, അതുതന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിന് വല്ല ഇഷ്യൂസ് ഉണ്ടോ. പിന്നെ അഞ്ചാമത്തെ കാര്യം നമ്മുടെ ക്ലച്ചിൻ്റെ ആ ഒരു കേബിൾ എങ്ങനെ നല്ല രീതിയിലായിട്ട് പ്രോപ്പറായിട്ടുണ്ടോ, നല്ല വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ അറ്റത്താണോ അതോ മിഡിലാണോ, അതുപോലെ ഫുള്ള് നമ്മൾ ക്ലച്ച് പിടിക്കേണ്ടതായിട്ടുണ്ടോ. പിന്നെ അതുപോലെ ത്രോട്ട്ലിങ്, പിന്നെ അതൊക്കെ കൂടാതെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വണ്ടി തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കും. എങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്ക് ഒരാൾ നമ്മൾ വലിച്ചുകൊണ്ട് പോകണ പോലെ നമുക്ക് ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് വലിച്ചുകൊണ്ട് പോകണ പോലെ ഫീൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കുന്ന സമയത്ത് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ കുഷൻ റൈഡിങ് കംഫർട്ട് എങ്ങനെയുണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയുന്നതാണ്. അപ്പം ഏറ്റവും ഫസ്റ്റ് തന്നെ നിങ്ങൾ പോയി ടെസ്റ്റ് റൈഡ് അല്ല ചെയ്യേണ്ടത്, ആദ്യം ഈ പാർട്സുകൾ കാര്യങ്ങളും ഈ ഒരു 22 പോയിന്റ് ആദ്യം ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെയാണ്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഈ ഒരു വണ്ടി എടുക്കാൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം ടെസ്റ്റ് റൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓക്കെയാണ്. അതൊക്കെ ചെയ്ത് 22 പോയിന്റും സാറ്റിസ്ഫൈഡ് ആയി, 23ാമത്തെ പോയിന്റ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ആ വണ്ടി ഒരു മെക്കാനിക്കിൻ്റെ ആവശ്യം കൂടാതെ നിങ്ങൾക്ക് പോയി ആ വണ്ടി ചൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയ്ക്കൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിലിടാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.